തലവേദനയുടെ ബാം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത് എൻ്റെ സ്നേഹം അവൾക്ക് മനസ്സിലാവാത്തോണ്ടല്ലേ? അയ്യോ എന്തോ ലച്ചു ചേച്ചി ഇത് ഇത്രയും വയ്യാതിരുന്നിട്ട് പറയണ്ടേ? അയ്യോ അയ്യോ ചേച്ചി ചേച്ചി എന്താ പറ്റി? മുട്ടിപ്പോവും തല. എന്താ? അയ്യോ എന്താ? അയ്യോ എന്താ പറ്റി? തലവേദന. തലവേദന മാറിയില്ലേ? അതാ മൈഗ്രെയിൻ്റെ അത് കുറഞ്ഞു വിടും, കുഴപ്പമില്ല. അങ്ങനൊന്നുമല്ല എന്റെ അടുത്ത് പറഞ്ഞത് തല വെട്ടിപ്പൊളക്കുവാന്നല്ലേ ചേച്ചി? മോനെ ഹോസ്പിറ്റലിൽ പോണോ? അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല. ടാബ്ലറ്റ് എന്തെങ്കിലും? അമ്മൂമ്മ ഇവിടെ ഉള്ളപ്പോ വേറെ എന്തിനും ടാബ്ലറ്റ് ഒക്കെ? അമ്മൂമ്മ എന്താടാ? ലച്ചേച്ചിക്ക് ഭയങ്കര വെട്ടിപ്പൊളക്കണ തലവേദന. എന്താ തലവേദന അതാ മൈഗ്രെയിൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ, അതാണ്. കണ്ട? അയ്യോ പാവം കേട്ടോ. അയ്യോ നിങ്ങളൊക്കെ എന്തായാലും ഇവിടെ? നീയല്ലേ വരാൻ പറഞ്ഞേ? അത് തന്നെ, ചേട്ടനെ വിളിച്ചോണ്ടല്ലേ ഞങ്ങള് വന്നേ. അത് ഞാൻ ലച്ചു ചേച്ചിക്ക് വയ്യാന്ന് പറയാൻ വേണ്ടി വിളിച്ചാണ്. ഒരു കാര്യം ചെയ്യ, പൊക്കോ 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 പൊക്കോ. അമ്മൂമ്മ ഇതെവിടെ പോണു? അല്ല നീയല്ലേ പറഞ്ഞ ഇറങ്ങി പോവാന്? ചേടാ അമ്മൂമ്മ, ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചാല് ബാക്കി എല്ലാരും ഇറങ്ങി പൊക്കോട്ടെ, ചേച്ചിക്ക് കുറച്ച് കാറ്റും പിടിച്ചോ കിട്ടിക്കോട്ടെ. പക്ഷെ അമ്മൂമ്മ ഇവിടെ നിക്കുക, എന്നിട്ട് ലച്ചു ചേച്ചിയെ നോക്കുക. എടാ ഞാനിവിടെ വന്നിട്ട് എന്തോ ചെയ്യാനാ? ഞാനെന്തോ ഡോക്ടറാണോ? ഞാൻ ഗുളിക എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഇല്ലല്ലോ. അമ്മൂമ്മയുടെ കയ്യില് എങ്ങനെ പോയാലും അത്യാവശ്യം കുറച്ച് ഒറ്റമൂലികളൊക്കെ കാണുമല്ലോ, അതിലൊന്നെടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കേ. എടാ എന്റെ കയ്യിലുള്ള ഒറ്റമൂലിയാ ഞാൻ തലവേദനയ്ക്ക് പെരട്ടാൻ കൊടുത്ത ബാം. അത്രേ ഉള്ളൂ? ബാമു വേണ്ട, അമ്മൂമ്മ കൊണ്ടുവന്നേ. ഇരുന്നേ കൊണ്ട് ഇരുന്നേ. ആ അമ്മൂമ്മ അടുത്തിരുന്ന് ലച്ചേച്ചിയുടെ തല പതുക്കെ തടവി അങ്ങ് കൊടുത്താൽ മതി. ലച്ചേച്ചിയുടെ തലവേദന പമ്പോടാകും. ഞാനിവിടെ തടവി കൊടുക്കാം. അയ്യോ രണ്ടുപേരോട് ഒരുമിച്ച് തടവി കഴിഞ്ഞാൽ തല പൊട്ടി പോയില്ലേ? ഒരു കാര്യം ചെയ്യ്, ചെയ്താമ്മ പുറത്ത് നിന്നേ, അമ്മൂമ്മ തടവിട്ട്. ഞാനേ കുറച്ചേരം എന്നാ മോളുടെ ഇവിടെ ഇരുന്നോട്ടെ. ലച്ചേച്ചി ചെയ്താമ്മ കൂട്ടിരിക്കണോ? വേണമെന്നില്ല, അമ്മൂമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അത് മതി. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം അമ്മ. അതെ, കടുപ്പത്തിൽ ഇച്ചിരി ചായയും കുറിക്കാൻ കുറച്ച് മിച്ചറും കിട്ടും. തലവേദനയായിട്ടോ? തലവേദന ഇപ്പൊ കുറവുണ്ടല്ലോ. കൈപുണ്യം. കൈപ്പുണ്യോ? അമ്മൂമ്മ ഇപ്പൊ തടവി കൊടുത്തല്ലോ, അപ്പൊ മാറി. അതാണ് ചോനറത്തല ഭവാനിയുടെ കൈപുണ്യം. ഞാൻ പാമ്പ് പുരട്ടി കൊടുത്താ എന്താ കുഴപ്പം? അമ്മൂമ്മ ഡോക്ടറൊന്നും അല്ലല്ലോ. അമ്മൂമ്മ പുരട്ടി കൊടുത്ത ഉടനെ തലവേദന മാറി. അമ്മ എവിടെ ഇരിക്കുവായിരുന്നു? എന്റെ തലവേദന മാറിയോ? തലവേദനയൊക്കെ കുഴപ്പമില്ല, കുറവുണ്ട്. അമ്മൂമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നാ മതിയായിരുന്നല്ലോ. അമ്മൂമ്മ ആര് ഡോക്ടറാ? നമ്മള് തല തിരുമ്മി തന്നാലൊന്നും തലവേദന നിന്റെ മാറത്തില്ലല്ലോ. എന്നാര് പറഞ്ഞു? എനിക്കറിയാം. അമ്മ കരയുമായിരുന്നോ? അല്ല. വെറുതെ എന്തിനാ അമ്മ എന്റെ അടുത്ത് കള്ളം പറയുന്നത്? എനിക്ക് അറിഞ്ഞൂടെ എന്റെ അമ്മേനെ? ഞാൻ കുഴിപ്പുളത്തേക്ക് പോവാ തിരിച്ചു. കുഴിപ്പുറത്തേക്ക് പോവാനാ? അതിന് ഇവിടെ നിന്നിട്ട് അമ്മയ്ക്ക് എന്താണ് കുഴപ്പം? ഇല്ല, ഇവിടെ നിന്നാ ശരിയാകത്തില്ല. ഞാൻ കുഴിപ്പുളത്ത് പോവാ. ആവശ്യതൊക്കെ പറഞ്ഞതിന് അമ്മായിയമ്മയെ ഞാൻ നോക്കൂല, ടൊറങ്ങൾ തരും. ഇനി മരുമോടെ കഴിഞ്ഞൂടെ കിട്ടാത്തതിന്റെ കുറവേ എനിക്കുള്ളൂ. അത് ശരി. ഇപ്പൊ ഞാൻ മരുമോള്, നേരത്തെ ഞാൻ മോളാണെന്നല്ലേ പറഞ്ഞു? അവനൊരു വിചാരം നിനക്കല്ലല്ലോ, എനിക്കല്ലേ ഉള്ളൂ നീ മോള്. നീ എന്നെ എപ്പോഴും അമ്മായിമ്മയായിട്ടല്ലേ കാണുന്നത്. അതിനിങ്ങനെ കരയണേ എന്തിനാ? ഞാനൊരു കാര്യം പറയട്ടെ, അതെന്നൊക്കെ വീട്. ഞാനൊരു കാര്യം പറയട്ടെ. ശരിക്കും എനിക്ക് അമ്മയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി.
അമ്മമ്മ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കുറവാണ് അമ്മ എന്നെ സ്നേഹിക്കുന്നത് എന്നൊരു ചിന്ത അമ്മയ്ക്ക് വന്നില്ലേ? അതുകൊണ്ടല്ലേ ഈ കിടന്ന് കാണിച്ചത് മൊത്തം? എന്തൊക്കെയായിരുന്നു? എനിക്ക് ജ്യൂസ് കൊണ്ടുവന്ന് തരുന്നു, എനിക്ക് ബാം കൊണ്ടുവന്ന് തരുന്നു, എന്നെ മുടി കെട്ടി തരുന്നു, എന്നെ ആവശ്യമില്ലാതെ കൂടുതലായിട്ട് അങ്ങ് സ്നേഹിക്കുന്നു. അമ്മയുടെ സ്നേഹം എന്താണെന്ന് എനിക്കറിയാം. അതിനിങ്ങനെ കാണിക്കണമെന്നൊന്നുമില്ല. എനിക്ക് നല്ലോണം അത് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മനസ്സിലാവാതെ അമ്മ ഇങ്ങനെ കരയുമ്പോ തന്നെ എനിക്ക് സങ്കടാവുകയാണ്. കരയല്ലേ? ഞാൻ സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? പിന്നെ ഇല്ലാണ്ട്. അവിടെ വെച്ചിട്ട് നീ എന്നോട് ചായ കുടിക്കാൻ പറഞ്ഞില്ലല്ലോ. അമ്മമ്മയോട് പോയി ചായ കുടിക്കാനല്ലേ പറഞ്ഞു. അമ്മ ഇത്രയൊക്കെ കിടന്ന് കാണിച്ചപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് തന്നെയാണോ കാരണം എന്ന്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലോ ഓരോന്നൊക്കെ പറഞ്ഞു. ആ അമ്മയുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടിട്ടാണ് നേരത്തെ മുറിയിലിരുന്ന് തലവേദനയൊക്കെ അഭിനയിച്ചത് ഞാനും കേശും കൂടെ. ആ അപ്പൊ നിനക്ക് തലവേദന ഇല്ലായിരുന്നോ? തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നേരത്തെ ഞാൻ ചായ കുടിച്ചപ്പോഴത്തേക്ക് അതങ്ങ് മാറി. അപ്പൊ ഇത് പറ്റിച്ചതാണോ നീ? ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടി. ഞാൻ നമ്മുടെ സ്നേഹം അറിയാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ അവനെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാതെ കുഴപ്പത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു, അറിയാവോ? ഇച്ചിരിപ്പൊന്ന് ചെറിയ കാര്യത്തിലാണ് കുഴപ്പത്തേക്ക് ഓടി പോകുന്നത്. നിന്റെ അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞ പോലെ പറ, ചുങ്കുറുവല്ലേന്ന് പറ. അമ്മയുടെ സങ്കടം അല്ലേ? ഞാൻ ചുമ്മാ തമാശ കാണിച്ചതാണ് കേട്ടോ. പിന്നെ ശരിക്കും ഇഷ്ടല്ലേ? പിന്നെ എനിക്ക് ഇഷ്ടല്ലാണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി. ആവശ്യമൊന്നുമില്ല.